ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുള്ള പ്ലാൻ. ഓക്കെ, ഇപ്പോൾ ഇതിൽ ലേഔട്ട് എല്ലാം വ്യക്തമാണ്, റൂമിൻ്റെ ഒക്കെ അറേഞ്ച്മെന്റ്സ് ഒക്കെ വ്യക്തമാണ്. നമ്മൾ ഇതിലെ കയറും, വരാന്ത വരുന്നുണ്ട്, വരാന്തയിൽ നിന്ന് ഡ്രോയിങ് റൂമിലേക്കുണ്ട്, എൻട്രൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡോറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വരാന്തയിൽ നിന്ന് ഹാളിലേക്കും കയറാൻ പറ്റും, ഹാളിൽ നിന്ന് ഡ്രോയിങ് റൂമിലേക്കും ഡോറ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം പുറമെ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ ഈ ഡോറ് തുറന്ന് നമുക്ക് ഇരുത്താം, അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഇപ്പം നമുക്കിപ്പം തന്നിരിക്കുന്ന പ്ലാനിലുള്ളത്. പിന്നെ ഹാളാണ്, ഹാളിൽ നിന്ന് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും ആക്സസ് ഉണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു വരാന്തയും കൂടെ സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ വരച്ചതാണ്, സിംഗിൾ സ്റ്റോറിയുടെ നമ്മൾ നോക്കിയതാണ്. അപ്പൊ ഇവിടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഡയമെൻഷൻസ് ഒക്കെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസുകളാണ്. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാട്ടോ, മാറ്റിയെടുക്കാം. കാരണം ഇത് 100% ഡയമെൻഷൻസ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല കൊടുത്തത്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എന്നിരുന്നാലും സാധാരണ ഈ രീതിയിൽ കൊടുക്കുന്നത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസുകളായിരിക്കും, വാളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസുകളായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഈ ഡ്രോയിങ് റൂമിന്റെ സൈസ് 510 ആണ്. ഓക്കെ, അതായത് വീതി 510, അതുപോലെ ഇവിടെ വരുന്ന നീളം 360 എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 510 നോക്കിക്കഴിഞ്ഞാൽ വാൾ തിക്നെസ് 20 ആണ് രണ്ട് സൈഡിലും. അപ്പൊ ഈ 20ന്റെ ഹാഫും ഇപ്പുറത്ത് 20ന്റെ ഒരു ഹാഫും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 530 ആയി മാറും. അതായത് 530 പ്ലസ് 20/2 പ്ലസ് 20/2. ഓക്കെ, അതായത് 530 പ്ലസ് 510 പ്ലസ് 20/2 പ്ലസ് 20/2, ദാറ്റ് ഈസ് 510 പ്ലസ് 10 പ്ലസ് 10, അതായത് 510 പ്ലസ് 20, ദാറ്റ് ഈസ് 530. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസുകളാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അഡീഷണൽ ആയിട്ട് സ്റ്റെയർ കേസ് വരും, നെക്സ്റ്റ് ഫ്ലോറിലേക്കുള്ള ആക്സസ് അല്ലെ, അതായത് വെർട്ടിക്കൽ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡയറക്ഷനും നമ്മൾ മെൻഷൻ ചെയ്യണം, എവിടെ നിന്ന് കയറി എങ്ങനെയാണ് അത് മുകളിലേക്ക് പോകുന്നത് എന്നുള്ള ഡയറക്ഷനും കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സ്റ്റെയർ റൂം അല്ലെങ്കിൽ ആ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം കാണാം. അപ്പൊ സ്റ്റെയർ കേസിന്റെ വിവിധ പാർട്ടുകളും റൈസ്, ട്രെഡ്, അതിന്റെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വരച്ചതാണ്. അപ്പം ഇപ്പൊ ഇവിടുന്ന് അപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്നാണ് കയറുന്നത്, കയറി ഇവിടെ വന്ന് ടോപ്പിൽ കയറുന്ന രീതിയിലേക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ, നമ്മൾ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ബിൽഡിങ്ങിലെ മാക്സിമം ഡീറ്റെയിൽസ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ സെക്ഷൻ കട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് എക്സാമിന് ഒരു 2 സ്റ്റോറി ബിൽഡിംഗ് ആണ് വരയ്ക്കാൻ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അത് വരച്ചിട്ട് അതിന്റെ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അതിന്റെ സ്റ്റെയർ കേസ് കട്ട് ചെയ്തിട്ടായിരിക്കണം സെക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയും. അതായത് സെക്ഷൻ നമ്മൾ കട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഡീറ്റെയിൽസ് കിട്ടുക, അതായത് ആ ഒരു സ്റ്റെയർ കേസിന്റെയും കൂടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്റ്റെയർ കേസ് കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെക്ഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ നമുക്ക് നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്ര വേണം മുകളിലേക്ക് എത്താനുള്ള രീതിയിൽ ആ നമ്പറും കൃത്യമായിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ടോട്ടൽ ഒന്ന് ഇപ്പം ഇതിലിപ്പോ കൊടുത്തിരിക്കുന്ന നമ്പർ പ്രകാരം തന്നെ എടുത്താൽ മതി, അല്ലാതെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒന്ന് കണക്കാക്കിയിട്ട് ആ ട്രെഡ് കറക്റ്റ് ആയിട്ട്, ട്രെഡ് ആണല്ലോ നമുക്ക് പ്ലാനിൽ കാണാനായിട്ട് സാധിക്കുന്നത്, അപ്പൊ ട്രെഡ് കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ പ്ലാനിൽ ഇപ്പൊ ഡോട്ടർ ലൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഡോട്ടർ ലൈനിൽ ഒരു വാൾ തിക്നെസ്സിന് തുല്യമായിട്ട് ഡോട്ടർ ലൈനിൽ ഇവിടെ വരച്ചിരിക്കുന്നതാണ്, ഇവിടെ വരാന്ത പോർഷനിൽ വരച്ചിരിക്കുന്നതാണ്. അതായത് നമുക്ക് പ്ലാനിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഡോട്ടർ ലൈനിലാണ് ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പം ഇവിടെ പ്ലാന് നമ്മൾ വരയ്ക്കുന്ന സിൽ ലെവലിലാണ് ഓൾറെഡി പറഞ്ഞിരുന്നു, ആ വിൻഡോന്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതായത് ബീമുകൾ, അതുപോലെ സൺഷെയ്ഡിന്റെ പോർഷൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അത് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡോട്ടഡ് ലൈനിലാണ് റെപ്രസെന്റ് ചെയ്യുക. അതായത് ഇവിടെയുള്ള ബീമുകൾ ആണ് ഇപ്പൊ ഡോട്ടഡ് ലൈനിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതായത് ആ സിൽ ലെവലിന്റെ മുകളിൽ ഒക്കെ ആയിട്ടാണ് ബീം വരുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡോട്ടഡ് ലൈനിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ സൺഷെയ്ഡുകൾ നിങ്ങൾക്ക് കാണാം, അതായത് ഇവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡോട്ടഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് പ്ലാൻ വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെയർ കേസ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഡ്രോയിങ് പ്രകാരം ഞാൻ പറയുന്നത്, ഇപ്പം ഇവിടെ എ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട്, അത് സ്റ്റെയർ കേസിലൂടെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ്
അതായത് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണല്ലോ, കയറി സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫ്ലൈറ്റ്, സെക്കൻഡ് ഫ്ലൈറ്റ്, തേർഡ് ഫ്ലൈറ്റ്, 3 ഫ്ലൈറ്റുകളായിട്ടാണ് സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഫ്ലൈറ്റിൽ കൊടുക്കേണ്ടിയ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്, മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം സെക്ഷൻ സ്റ്റെയർ കേസിലൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. തേർഡ് ഫ്ലൈറ്റിലൂടെയാണ് ഈ സെക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം നമുക്ക് സെക്ഷൻ വരയ്ക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതിൽ അഡീഷണൽ ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ അല്ലാതെ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിലെ സ്റ്റെപ്പിലൂടെ കയറി മുകളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ ഇവിടുന്ന് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കാർ പോർച്ച് ഉണ്ട്, ഗാരേജ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കാർ പോർച്ച് ഉണ്ട്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ബിൽഡിംഗ്, അത് നോർമൽ ഈ ഡ്രോയിങ് റൂമിന്റെയും ഹാളിന്റെ ഒക്കെ ഹൈറ്റ് അല്ല, അതിനേക്കാളും കുറച്ച് ഹൈറ്റ് കുറച്ചിട്ടാണ്. അതായത് ഏകദേശം ഒരു 210 സെന്റിമീറ്റർ, 2.1 മീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇത്രയും ഫുൾ സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റഡി ഹാളിലേക്ക് കൊടുക്കാൻ പറ്റും. പോർച്ചിന് മേലെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് കയറി ഫസ്റ്റ് സെക്കൻഡ് ഫ്ലൈറ്റ് കഴിഞ്ഞ് ലാൻഡിംഗ് സ്റ്റഡി റൂമിലേക്ക് ഒരു എൻട്രൻസ് അല്ലെങ്കിൽ ഒരു ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടുന്ന് മുകളിലേക്ക് എത്തിയതിനു ശേഷം 2 ബെഡ്റൂമുകളാണ് മുകളിലുള്ളത്. ഓക്കെ, ഈ മുകളിലെത്തിയതിനു ശേഷം നമുക്ക് 2 ബെഡ്റൂമിലേക്കും കയറാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 2 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് കിടക്കുവാണ്, ഓപ്പൺ ടെറസ് ആണ്. അപ്പോൾ ഓപ്പൺ ടെറസ് നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ട് ടെറസിന് എഴുതിയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ടെറസിന് എഴുതിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു റൂമും കൂടെ ഉണ്ട്. ഇവിടെ എത്തിയതിനു ശേഷം 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. ബാക്കിയുള്ള പോർഷൻസ് ഓപ്പൺ ടെറസ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ സെക്ഷൻ ഞാൻ വരയ്ക്കുവാണ്. അപ്പം സെക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ 2 സ്റ്റോറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, ഇതിലൂടെ തന്നെ ആയിരിക്കും ഇപ്പുറത്ത് പാസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ മുകളിലുള്ള കാര്യങ്ങളും കൂടെ നമ്മളിവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി എന്തൊക്കെ സെക്ഷനിൽ വരും നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇവിടെ ഫൗണ്ടേഷന്റെ പോർഷൻ ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ബീമാണ്. അപ്പൊ അതിന്റെ താഴോട്ട് നമുക്ക് ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽസ് വരയ്ക്കാനായിട്ടുണ്ടാവും. ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽസ്, ഫൗണ്ടേഷൻ എന്തൊക്കെയാ വരുന്നത് എന്നുള്ളത് അറിയാലോ. അതൊരു ലെയർ PCC ഉണ്ടാവും. ഇതൊക്കെ എഴുതണം. ഈ ഫിഗറിൽ ഇല്ലെങ്കിൽ കൂടി ഇത് നിർബന്ധമായിട്ടും സെക്ഷനിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു ലെയർ PCC വരുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് RRM, റാൻഡമബിൾ മാസണറിന്റെ കുറച്ച് വീതി കൂടുതൽ വരുന്ന രീതിയിലൊരു കെട്ട് വരുന്നുണ്ട്. അതിന്റെ മുകളിൽ ഗ്രൗണ്ട് ലെവൽ വരെ, അതിനുശേഷം താഴെ വന്ന ആ ഒരു RRM-നേക്കാളും വീതി കുറച്ചിട്ട് പ്ലിന്ത് ലെവൽ വരെ സ്റ്റോൺ വെച്ചിട്ടുള്ള, അതായത് RRM-ന്റെ വർക്ക് വരുന്നുണ്ട്. അതിന്റെ മുകളിലേക്കാണ് ബാക്കി വോളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു പോർഷനിൽ ഫൗണ്ടേഷന്റെ കാര്യങ്ങൾ ആദ്യം ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കാണുന്നത്, ഇവിടെ സ്റ്റെപ്പ് കാണാം. അത് എലിവേഷനിൽ കാണുന്ന പോലെ ആയിരിക്കും കാണാം. അതിന്റെ അകത്തുള്ള കാര്യങ്ങൾ കാണില്ല. അത് ഈ ഫിഗറിലുള്ള മിസ്റ്റേക്ക് ആണ്. നമുക്ക് എലിവേഷനിൽ കാണുന്ന പോലെ ഫസ്റ്റ് ഈ സ്റ്റെപ്പ് കാണാൻ പറ്റും. ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെയുള്ള ഈ ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽസ്, ഫൗണ്ടേഷൻ നമ്മൾ ഇൻഡിവിജ്വലി വരച്ചിരുന്നല്ലോ. എന്തൊക്കെയാണ് ഫൗണ്ടേഷനിൽ വരുന്നത്, അതായത് ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ ആണെങ്കിൽ, നോർമൽ വോൾ വരുന്ന കേസിലാണെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വരുന്നത്, അതുപോലെ കോളം വരുന്ന കണ്ടീഷനിൽ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ കേസെല്ലാം നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള വോളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഈ ഒരു പോർഷൻ കഴിഞ്ഞ് അടുത്ത ഈ ഒരു വിൻഡോ വരുന്ന ഈ ഒരു ഭാഗമാണ് കട്ടാവുന്നത്. അപ്പൊ ആ വിൻഡോന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, വിൻഡോന്റെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ D2 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡോറ് നമുക്ക് വിസിബിൾ ആയിരിക്കും, എലിവേഷനിൽ കാണുന്ന പോലെ. അപ്പൊ ആ ഡോറ് വന്നു, ഈ ഒരു വിൻഡോ ഇവിടെ കട്ടായി. അപ്പൊ വിൻഡോന്റെ ഡീറ്റെയിൽസ് നമ്മൾ വരയ്ക്കണം. അപ്പൊ വിൻഡോ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ലിൻഡലിന്റെ താഴെ ആയിട്ടാണ്. അപ്പൊ ലിൻഡലിന്റെ ഒരു ഹൈറ്റ് ഒരു 2.1 മീറ്റർ ഒക്കെ കണക്കായിട്ടായിരിക്കും. അപ്പൊ അതിന്റെ താഴോട്ടാണ് വിൻഡോ നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ വിൻഡോ വരയ്ക്കുമ്പോൾ അതിന്റെ സൈസ് ഇവിടെ നോക്കാം, ഏത് വിൻഡോ ആണ് അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുള്ളത് നോക്കാം. വിൻഡോ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ വിൻഡോന്റെ ഡയമെൻഷൻ നോക്കിയിട്ട് ഇവിടെ 150 വീതിയും 120 ഹൈറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ 210 നിന്ന് 120 താഴോട്ടേക്ക് വരച്ചിട്ട് വേണം നമ്മളിവിടെ വിൻഡോ കാണിക്കാനായിട്ട്. ഓക്കെ, ആ ഒരു വിൻഡോന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കാനായിട്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. വിൻഡോന്റെ ഡീറ്റെയിൽസ് കാണിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഭാഗത്ത് വോൾ തിക്നെസ്സിൽ നമ്മൾ വരച്ചിട്ടുണ്ടാവുമല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾ തിക്നെസ്സിൽ വരയ്ക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ നടുക്ക് കൂടെ ഒരു ലൈൻ ഇട്ടാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല.
അപ്പൊ ആ വിൻഡോ നമുക്ക് അവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ താഴെയും മുകളിലായിട്ട് താഴെയായിട്ട് വാളിന്റെ റെപ്രസെന്റേഷൻ, അതായത് ബ്രിക്ക് വർക്കിന്റെ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡബിൾ ലൈൻ സ്പേസ് ഡബിൾ ലൈൻ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതുപോലെ ഈ വിൻഡോന്റെ മുകളിലായിട്ട് ലിൻഡൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കോൺക്രീറ്റിന്റെ റെപ്രസെന്റേഷനിലായിരിക്കണം. അതുപോലെ അതിന്റെ തിക്നെസ്സും കാര്യങ്ങളും മെൻഷൻ ചെയ്യണം. അതായത് ലിൻഡൽ ഇപ്പം ഏത് റേഷ്യോയിലാണ് 1:, ലിൻഡൽ ഇൻ 1:1 1.5:3 കോൺക്രീറ്റ്. ഓക്കെ, അതിന്റെ തിക്നെസ്സും കൂടെ ഇപ്പൊ 15 സെന്റിമീറ്റർ തിക്ക്, ആ ഒരു രീതിയിൽ ലിൻഡലിന്റെ ഡീറ്റെയിൽസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന്റെ മുകളിൽ ലിൻഡലിന്റെ മുകളിൽ വീണ്ടും വാളിന്റെ പോർഷൻ വരും, അതിനുശേഷം സ്ലാബ്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലെ വാള്, അതിനുശേഷം അതിൽ വിൻഡോ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ മുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫ്ലോറും കൂടെ, അതായത് രണ്ടാമത്തെ നിലയും കൂടെ നമ്മൾ വരച്ചിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു വിൻഡോ കട്ടായി, വിൻഡോന്റെ ഡീറ്റെയിൽസ് നമ്മൾ വരച്ചു. അതിനുശേഷം ഈ രണ്ട് ഡോറുകൾ നമുക്ക് എലിവേഷനിൽ കാണുന്ന പോലെ കാണായിരുന്നു, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെയുള്ള D1 ഡോർ, ബെഡ്റൂമിന്റെ D1 ഡോർ നമുക്ക് കാണാം. അതിനുശേഷമാണ് നമ്മൾ സ്റ്റെയർ കേസിലേക്ക് കയറുന്നത്. അപ്പൊ ഇത് 3rd ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ 3ാമത്തെ ഫ്ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് മെറ്റീരിയലും കാര്യങ്ങളും അതിന്റെ സൈസുകളെല്ലാം കൊടുത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത് ഈ ഒരു പോർഷനിലാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആ കോൺക്രീറ്റിന്റെ റെപ്രസെന്റേഷൻ ഒക്കെ വന്നിരിക്കുന്നത് 3rd ഫ്ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് എലിവേഷനിൽ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലായിരിക്കും ഫസ്റ്റ് ഫ്ലൈറ്റ് വരിക. അതുകൊണ്ടാണ് ഇവിടെ ഷെയ്ഡ് ഒന്നും ചെയ്യാതെ നമുക്ക് എലിവേഷനിൽ കാണുന്ന രീതിയിൽ തന്നെ ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഇവിടെയുള്ള ഒരു ഭാഗം, ഈ ഒരു ഭാഗവും നമുക്ക് എലിവേഷനിൽ കാണുന്ന പോലെ തന്നെയാണ് കാണുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവിടെ ഡോട്ടർ ലൈനിൽ ആ ഒരു ഫ്രണ്ട് വ്യൂ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്തു മാത്രം. ഓക്കെ, ഇവിടുത്തെ ഹൈറ്റ് ഈ ഒരു ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ വരുന്ന ഹൈറ്റ് 2.1 മീറ്റർ ആണ് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇവിടെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള എല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മളിവിടെ ഇവിടെ ഈ ഒരു തറഭാഗം കെട്ടിയാൽ, അല്ലെങ്കിൽ ആ പ്ലിന്ത് ലെവൽ വരെ നമ്മൾ കല്ല് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഉണ്ടാവും. അത് നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യുക. അപ്പൊ എർത്ത് ഫില്ലിംഗ് ആണ്. എർത്ത് ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ ഡോട്ടഡ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പോർഷൻ ഒക്കെ എർത്ത് ഫില്ലിംഗ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ നമ്മൾ മെൻഷൻ ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഇവിടെ സൈഡിൽ ലൈൻ വരച്ച് എഴുതേണ്ടതായിട്ടുണ്ട്. എല്ലാം എഴുതിയിരിക്കണം. ഇതിലിപ്പോ ഇല്ലെങ്കിലും എല്ലാ ഡീറ്റെയിൽസും നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്യണം. കാരണം അതിന് മാർക്ക് ഉള്ളതാണ്. മാർക്ക് ചെയ്യാതിരിക്കരുത്. ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് മാർക്ക് ചെയ്യാതിരിക്കരുത്. ഓക്കെ, അപ്പൊ ഇത് PCC. ഓക്കെ, PCC 1:4:8. ഓക്കെ, PCC കോൺക്രീറ്റ് 1:4:8 അങ്ങനെ കൊടുക്കാം. ഇത് RRM ഇൻ സിമെന്റ് മോട്ടാർ, റണ്ടറബിൾ മാസണറി ഇൻ സിമെന്റ് മോട്ടാർ 1:4, ഓക്കെ, അല്ലെങ്കിൽ 1:5 അങ്ങനെ കൊടുക്കാം. ഇതും അതേപോലെ തന്നെ RRM തന്നെ. അതുപോലെ ബ്രിക്ക് വർക്ക് ഇൻ അല്ലെങ്കിൽ ബ്രിക്ക് മാസണറി ഇൻ സിമെന്റ് മോട്ടാർ, ഓക്കെ, 1:3 അല്ലെങ്കിൽ 1:4 അങ്ങനെ ആ രീതിയിൽ എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ സ്ലാബിന്റെ പോർഷൻ എത്തിക്കഴിഞ്ഞാൽ സ്ലാബ് ഇൻ 1:1 1.5:3 കോൺക്രീറ്റ്. ഓക്കെ, എത്ര സെന്റിമീറ്റർ തിക്കാണ്, 10 സെന്റിമീറ്റർ തിക്ക് അല്ലെങ്കിൽ 12.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 12 സെന്റിമീറ്റർ തിക്ക്, അത് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ മുകളിലെത്തിയതിനു ശേഷം കാണുന്ന കാര്യങ്ങൾ, അതായത് ഇതിലൂടെ കട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് വിൻഡോ കാണാം. ഓക്കെ, അതിനുശേഷം ഇവിടെ എലിവേഷനിൽ വിൻഡോ കാണാം, എലിവേഷനിൽ കാണുന്ന പോലെ. അതിനുശേഷം ഇവിടെയുള്ള D2 എന്ന് പറയുന്ന ഡോറ് കാണാം, D1 ഡോറ് കാണാം. അതിനുശേഷം ഇവിടെ ഈ ഒരു ഡോറ് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ ഈ D1 എന്ന് പറയുന്ന ഡോറ് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ആ ഡോറ് കട്ട് ചെയ്ത് പോകുന്നത് കാണിക്കണം കേട്ടോ. ഇവിടെ അതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ ഇവിടെ ഡോറ് വരുന്ന രീതിയിൽ കാണിക്കണം. ഡോറിലൂടെയാണ് കട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ആ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ വേറൊരു ഡോറ്, ഈ ഒരു D1 എന്ന് പറയുന്ന ഡോർ ഇവിടെ കാണാൻ പറ്റും. ഈ D1 എന്ന് പറയുന്ന ഡോർ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഹൈറ്റ് എല്ലാം പറഞ്ഞ പോലെ ലിൻഡലിന്റെ താഴെയായിട്ടാണ് ഡോറും വിൻഡോ ഒക്കെ നമ്മൾ വരയ്ക്കാനായിട്ടുള്ളത്. അതുപോലെ ഈ പോർഷനില് 2ാം നിലയിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ ചെരിച്ചിട്ടാണ് ഇവിടെ നമുക്കിപ്പം ഇതിന്റെ അകത്തുനിന്ന് സെക്ഷൻ മനസ്സിലായിരിക്കുന്നത്. അതായത് ഇവിടെ ചെരിഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗത്ത് അതിന്റെ റൂഫ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഫുൾ ഹൈറ്റിൽ പോവാതെ, ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമ്മൾ നോർമലി ഒരു ഫ്ലാറ്റ് റൂഫ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ജസ്റ്റ് അതിന്റെ പുറമേ കൂടെ ഡോട്ടർ ലൈൻ ഇട്ടിട്ടാണ്. ഓക്കെ, ഇപ്പൊ 60 സെന്റിമീറ്റർ ആ ഒരു
പ്രൊജക്ഷനിലാണെങ്കിൽ ജസ്റ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡോട്ടർ ലൈൻ ഇട്ടിട്ട് ഇൻ കേസ് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ 60 അല്ലെങ്കിൽ ആ 45 കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊജക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യും. ഇൻ കേസ് നമ്മൾ രണ്ട് രീതി സൈഡിലേക്ക് ചെരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു റൂഫാണ് കാണുന്നതെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിന്റെ നടുക്കുന്ന് ഇതുപോലെ ഡോട്ടർ ലൈൻ ഇട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ നടുക്ക് ഇതുപോലെ ലൈൻ ഇട്ടിട്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഇതുപോലെ ഈ രണ്ട് സൈഡിൽ നിന്നും ചെരിഞ്ഞിട്ട് ഇങ്ങനെ ഈ രീതിയിലായിരിക്കും വരിക. അതുപോലെ ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഈ ഒരു രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ചേച്ചു കൊടുക്കുന്നതിൽ ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ആവും. എലിവേഷനിൽ കാണുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ എലിവേഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് സ്ലോപ്പ് കൊടുക്കാം. നമുക്ക് ഏത് ടൈപ്പ് റൂഫാണ് വരുന്നത് നോക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൽ വീഴുന്ന വെള്ളം പ്രോപ്പറായിട്ട് താഴോട്ട് എത്തുക എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇതിൽ ഈ ഒരു ഫിഗറിൽ അതൊന്നും കാണിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇവിടെ ഈ ഒരു പോർഷൻ, വരാന്തയുടെ പോർഷൻ ഇതുപോലെ ചെരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കറസ്പോണ്ടിങ് ആയിട്ട് അതുപോലെ തന്നെ കാണിക്കുക. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങളാ ഇതിന്റെ സെക്ഷനിൽ വരുന്നത്. ഓക്കെ, ഇപ്പം പറഞ്ഞ പ്രകാരം തന്നെ ഓരോന്നും വെച്ച് നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് അനുസരിച്ച് മാറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു കൺസെപ്റ്റിലാണ് ഇത് വരുന്നതെന്നുള്ള മനസ്സിലാക്കുക. അപ്പം അത് പ്രകാരം നിങ്ങൾ നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എടുക്കാം. ഇനി ഇവിടെ എലിവേഷൻ നിങ്ങൾക്ക് കാണാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഈ പ്ലിന്ത് ലൈൻ ഉണ്ട്. പ്ലിന്ത് ലൈൻ 5 സെന്റിമീറ്ററിലാണ് നമ്മൾ വരയ്ക്കുക എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്ലിന്ത് ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ മുകളിൽ ആ 5 സെന്റിമീറ്റർ മാറിയിട്ടാണ് വോളിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. പിന്നെ വിൻഡോ ഈ കറക്റ്റ് അതേ നേരെ തന്നെ വരുന്ന രീതിയിൽ വരയ്ക്കണം. എലിവേഷൻ നിങ്ങൾക്ക് മാറ്റാൻ വരുത്താം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, അതുപോലെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഡോറ് കാണാം. അതുപോലെ ഇവിടെ ഗാരേജിന്റെ അവിടെ ഒരു ഡോർ ഉണ്ട്, സ്റ്റെപ്പും ഉണ്ട്. അപ്പൊ ആ എലിവേഷനിൽ അത് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അതും കൂടെ ആഡ് ചെയ്യണേ. അപ്പൊ എലിവേഷനിൽ അത് കാണാൻ പറ്റും. അപ്പൊ അത് നോക്കിയിട്ട് എന്തൊക്കെ കാണും എന്നുള്ളത് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ, സ്റ്റഡി റൂം എന്ന് പറയുന്നത് ഹൈറ്റ് കുറഞ്ഞിട്ടാണ്, അതായത് രണ്ടാമത്തെ സ്റ്റോറി ഫുൾ ആയിട്ട് വരുന്ന രീതിയിലല്ല. അതായത് ഒരു 210 ഹൈറ്റ് മാറിയിട്ടാണ് ബോട്ടത്തിൽ നിന്ന് ഈ സ്റ്റഡി റൂം വരുന്നത്. അപ്പൊ അതിൽ ഫുള്ളും വിൻഡോ ആ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ വിൻഡോന്റെ ലെവൽ എന്ന് പറയുന്നത് നമ്മള് മറ്റുള്ള റൂമുകളുടെ വിൻഡോന്റെ ലെവൽ വെച്ച് കുറച്ചും കൂടി താഴെയായിരിക്കും. കാരണം ഇവിടെ റൂമിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആ സ്ലാബിന്റെ ലെവൽ താഴ്ന്നിട്ടായതുകൊണ്ട് കുറച്ചും കൂടി താഴ്ന്നിട്ടായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു ഡ്രോയിങ് പ്രകാരം. ഓക്കെ, ഈ ഒരു ഡ്രോയിങ് ഇതുപോലെ വരയ്ക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് വേറെ 2 സ്റ്റോറി ബിൽഡിങ്ങിന്റെ പ്ലാൻ ഉണ്ടെങ്കിൽ അത് വരച്ചാലും യാതൊരുവിധ കുഴപ്പമില്ല. അതുപോലെ ഇവിടെ ഓരോന്നിന്റെ ഹൈറ്റുകൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ അത് +315 സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ ഹൈറ്റ്, സ്ലാബ് തിക്നെസ് അടക്കം. ഓക്കെ, അതുപോലെ ബോട്ടത്തിൽ നിന്നുള്ള, അതായത് ഫ്ലോർ ലെവലിൽ നിന്നുള്ള ഗ്രൗണ്ട് ഫ്ലോർ ലെവലിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ട് സ്ലാബ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. 15 സെന്റിമീറ്റർ സ്ലാബിന്റെ തിക്നെസ്, അടുത്ത 290 ആണ് അവിടുത്തെ ഹൈറ്റ്, അതിനുശേഷം 10 സെന്റിമീറ്റർ തിക്ക്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. അപ്പൊ ആ രീതിയിലാണ് 2 സ്റ്റോറി ബിൽഡിംഗ് വരയ്ക്കേണ്ടത്. ഓക്കെ, നിർബന്ധമായിട്ട് ഇൻഡെക്സ് കോളം വരച്ചിട്ടുണ്ടായിരിക്കണം. ഇൻഡെക്സിന് പ്രത്യേകം മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് എക്സാമിന്. അപ്പൊ ഇൻഡെക്സ് നിർബന്ധമായിട്ടും വരയ്ക്കണം. ഓരോന്ന് വെന്റിലേറ്റേഴ്സ്, വിൻഡോ, ഡോറൊക്കെ അതിന്റെ നമ്പേഴ്സ് കൊടുക്കണം. അതിന്റെ ഓരോന്നിന്റെ സൈസ് എത്രയാണോ, ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സൈസുകൾ കൊടുക്കാം. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്ന സൈസുകൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ട്. ഇപ്പം വർക്ക്ഷോപ്പ് ബിൽഡിംഗ് അതിന്റെ പ്രത്യേകത ട്രസ് വർക്ക് ആയിരിക്കും വർക്ക്ഷോപ്പ് ബിൽഡിങ്ങിന് ഉണ്ടായിരിക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ കാണിക്കാം. ഒരു സിമ്പിൾ പ്ലാൻ ആണ്. ഓക്കെ, ഒരു വർക്ക്ഷോപ്പ് വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടാവും. ഓക്കെ, ആ ഏരിയയിലേക്ക് ഇപ്പം വാഹനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം എക്യുപ്മെന്റ്സ് ആണെങ്കിലൊക്കെ അതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു റാമ്പ് വേണം അല്ലെ, വാഹനങ്ങൾ കയറാൻ ഒക്കെയുള്ള ഒരു പോർഷൻ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കണം. ഒരു റാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതും നല്ല ഹൈറ്റിൽ പ്രൊവൈഡ് ചെയ്യണം. ഹൈറ്റിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ ഡോസ് ആയിരിക്കില്ല പ്രൊവൈഡ് ചെയ്യാൻ, റോളിംഗ് ഷട്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വർക്ക്ഷോപ്പ് ബിൽഡിംഗ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാം. വേറെ കൂടുതലൊന്നും അതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്യാനൊന്നുമില്ല. അപ്പൊ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു ഓഫീസ് റൂം ഉണ്ടായിരിക്കണം,
അതുപോലെ അതിൽ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പം ഇതിൽ കാണുന്ന പോലെ മാനേജർ അല്ലെങ്കിൽ ഓഫീസ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഇപ്പം ഗസ്റ്റുകൾ, ഇപ്പം കാറിന്റെ ഒക്കെ വർക്ക്ഷോപ്പ് ആണെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് വേറൊരു ഗസ്റ്റ് റൂം പോലെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, പിന്നെ ടോയ്ലറ്റ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ഈ ഒരു പ്ലാനിൽ നിങ്ങൾക്കുള്ളത് ഒരു വരാന്ത കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ വരാന്തയിൽ നിന്ന് വർക്ക്ഷോപ്പിന്റെ അകത്തേക്ക് നമുക്ക് നടന്ന് കയറാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. വാഹനങ്ങൾക്ക് കയറാൻ സെപ്പറേറ്റ് പുറമെ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് റാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റാമ്പിന് കറസ്പോണ്ടിങ് റോളിംഗ് ഷട്ടേഴ്സ് ആ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റാമ്പിന്റെ ഡയമെൻഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 മീറ്റർ കറസ്പോണ്ടിങ് ആയിട്ടാണ് റാമ്പിട്ടുള്ളത്. അതുപോലെ റോളിംഗ് ഷട്ടറിന്റെ ഡയമെൻഷൻ ഇപ്പൊ ഇൻഡെക്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, RS എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള റോളിംഗ് ഷട്ടർ ആണ്. അതിന്റെ സൈസ് 300 by 240 എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വീതി വരുന്നത് 3 മീറ്റർ ആണ് വീതി വരുന്നത്. ഇവിടെ ഹൈറ്റ് വരുന്നത് 2.4 മീറ്റർ ആണ്, 240 സെന്റിമീറ്റേഴ്സ് ഹൈറ്റ് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാം, എന്താണോ ആ വർക്ക്ഷോപ്പിന്റെ പേർപ്പസ്. ഇപ്പൊ വലിയ വാഹനങ്ങളൊക്കെ വരുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഹൈറ്റുകളൊക്കെ കൂട്ടാം, വർക്ക്ഷോപ്പിന്റെ സൈസ് കൂട്ടാം. ഓക്കെ, ഇപ്പം ഇതിൽ ഈ ഒരു ഫിഗർ പ്രകാരം ഈ ഒരു ഡയമെൻഷൻ ആണ് വരുന്നത്. അപ്പൊ വർക്ക്ഷോപ്പ് വർക്ക് ചെയ്യാനുള്ള ഏരിയ. ഓക്കെ, ഇവിടുന്ന് ഓഫീസ് റൂമിലേക്ക് എൻ്റർ ചെയ്യാം. ഓഫീസ് റൂമിൽ നിന്ന് മാനേജറിന്റെ ഒരു റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഓഫീസിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് ഒരു ആക്സസ് ഉണ്ട്. അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ പുറത്തു വരുന്ന ആളുകൾക്കോ കയറാനായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഡ്രസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലോഡ് ബെയറിംഗ് വാൾസ് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ പ്രൊവൈഡ് ചെയ്തിട്ട് അവിടുന്ന് ഡ്രസ് വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സെക്ഷൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള, അതായത് വന്നിട്ട് ഒരു ചെറിയൊരു ഡീവിയേഷൻ വെച്ചിട്ടാണ് സെക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സെക്ഷൻ എടുക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റിൽ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് മാറ്റിയൊക്കെ എടുക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നീങ്ങി ഇതിലൂടെയാണ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു കോളം ഇവിടെ കട്ട് ആയിട്ടുണ്ട്. ഓക്കെ, കോളംസ് ഒരു പർട്ടിക്കുലർ സ്പേസിംഗിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ബ്രിക്കിന്റെ കോളംസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഓൾ മെയിൻ കോളംസ് ഓഫ് ബ്രിക്ക് 30 by 30 സെന്റിമീറ്റർ. സൂപ്പർ സ്ട്രക്ചർ, അതായത് ഇവിടെ കെട്ടിയിരിക്കുന്ന വോളും ബ്രിക്കിൽ തന്നെയാണ്, 20 സെന്റിമീറ്റർ തിക്കാണ്. കോളത്തിന്റെ സൈസ് 30 by 30 ആണ്. അതുപോലെ ലിൻഡൽസ് 1:2:4 കൊടുത്തിരിക്കുന്നത്. നമുക്കത് കൊടുക്കണമെങ്കിൽ 1:1.5:3 എന്ന് കൊടുത്താൽ മതി നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡ് മാറിയിട്ടുണ്ടല്ലോ കോൺക്രീറ്റ്, അപ്പൊ അത് പ്രകാരം തന്നെ നമുക്ക് കൊടുക്കാം. AC ഷീറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ട്രസ്സിന്റെ പുറത്തായിട്ട്. ട്രസ്സസ് ഒക്കെ ആസ് പെർ ഡിസൈൻ, അത് ജസ്റ്റ് ഇവിടെ എഴുതിയത് മാത്രം. അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് എത്ര സൈസിലാണോ ആവശ്യമായിട്ടുള്ളത് അതിൽ ഓരോ മെമ്പേഴ്സും അതിനനുസരിച്ചിട്ടാണ് ട്രസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗ് ഒക്കെ സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോറിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ സ്പെസിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് കോളത്തിൽ ഇവിടെ ഓരോ ഡോറിന്റെ ടൈപ്പ്, ഓക്കെ, വിൻഡോ, റോളിംഗ് ഷട്ടർ അഡീഷണൽ ആയിട്ട് ബിൽഡിംഗിൽ, അതായത് റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റോളിംഗ് ഷട്ടർ ഇതിൻ്റെ അകത്തേക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ വേറെ ഇൻ ബിറ്റ്വീൻ ഒന്നുമില്ല, ഇത്രയും പോർഷൻ ഓപ്പൺ ആണ്. അതായത് ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു 7.5 മീറ്ററോളം ഉണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡ്രസ് വർക്കാണ് മൊത്തം വന്നിരിക്കുന്നത്. അപ്പൊ ആ ഡ്രസ്സ് പോകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഡോട്ടർ ലൈനിൽ കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഡ്രസ് വർക്കിന്റെ ആ ഒരു ഡ്രസ്സിന്റെ ഇപ്പൊ ഇത്ര സ്പേസിംഗിലാണല്ലോ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആ ഒരു കാര്യം അവിടെ കാണുന്ന ഓരോ കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ സെക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു വരാന്തയുടെ പോർഷൻ ഉണ്ട്. ഓക്കെ, വരാന്തയുടെ പോർഷന്റെ ഹൈറ്റ് കുറവാണ്, 250 ഹൈറ്റിലേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് ആ ഒരു പോർഷൻ വന്നു. ഓക്കെ, ഇവിടുന്ന് നിങ്ങൾക്ക് ഈ ഒരു കോളം എലിവേഷനിൽ കാണുന്ന പോലെ ഇവിടെ ഒരു കോളം ഉണ്ട്, 30 സെന്റിമീറ്റർ by 30 സെന്റിമീറ്ററിന്റെ. ആ ഒരു കോളം എലിവേഷനിൽ കാണുന്നത് പോലെ കാണാം. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ്, ഇവിടെ വേറെ ഒന്നുമില്ല, ഡോറോ ഒന്നുമില്ല, ജസ്റ്റ് എലിവേഷനിൽ കാണുന്ന പോലെ തന്നെ കാണാം. ഇവിടെ വോളാണ് കട്ടാവുന്നത്. അപ്പൊ വോളിന്റെ 20 സെന്റിമീറ്റർ ആണല്ലോ ഡയമെൻഷൻ വരുന്നത്. ഓക്കെ, വോൾ കട്ടാവും. അപ്പൊ വോളിന്റെ പോർഷൻ. അപ്പൊ ഇതിന്റെയൊക്കെ താഴെയായിട്ട് ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആസ് പെർ റെസിഡൻഷ്യൽ തന്നെയാണ് വരുന്നത്. അപ്പൊ അത് ഡീറ്റെയിൽസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ഇതിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ D2 ഡോർ കാണാം. അതുപോലെ ഇവിടെ ഒരു വിൻഡോ W1 കാണാം. അതിനുശേഷം ഇവിടെ ഇത് കട്ട് ചെയ്തിരിക്കുന്ന കോളത്തിലൂടെയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ
ആ ബിൽഡിങ്ങിലുള്ള മാക്സിമം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഒരു കോളവും ഒരു വോളും കട്ട് ചെയ്യുന്ന രീതിയിലാണ് അവരിപ്പം സെക്ഷൻ എടുത്തിരിക്കുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കായിരുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് കോളത്തിലൂടെ കട്ട് ചെയ്യുന്ന രീതിയിലായി പോകും. അതുകൊണ്ട് അവിടെ ഒന്ന് കുറച്ച് ചേരിച്ചിട്ട് ഈ വോളും കൂടെ കട്ട് ചെയ്യുന്ന രീതിയിൽ സെക്ഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് കോളമാണ്, അതായത് ആ ബ്രിക്കിന്റെ കോളം തന്നെയാണ്, വീതിയിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ ഒരു ഹൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ഫ്ലോർ ലെവലിൽ നിന്ന് 4 മീറ്റർ മാറിയിട്ടാണ് ഇവിടെ ഈ ഒരു കോളം അവസാനിക്കുന്നത്. അവിടുന്ന് ഒരു പർട്ടിക്കുലർ 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡ്രസ് വർക്ക് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിലായിട്ട് AC ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ എൻഡിൽ 75 സെന്റിമീറ്റർ പ്രൊജക്ട് ചെയ്തിട്ടാണ് ഈ ഷീറ്റ് വന്ന് നിൽക്കുന്നത്. ആ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടാണ്, കോൺക്രീറ്റിലേക്കാണ് ഈ ഡ്രസ് വർക്ക് വന്ന് നിൽക്കുന്നത്. കോൺക്രീറ്റ് പോർഷൻ ആണ്, ചെറിയൊരു തിക്നെസ്സിൽ അവിടെ ബീമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, കോൺക്രീറ്റിന്റെ റെപ്രസെന്റേഷനിൽ കാണാം. അതിലേക്കാണ് ഈ ഒരു ഡ്രസ് വർക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് എർത്ത് ഫില്ലിങ്ങിന്റെ ഡീറ്റെയിൽസ്, ഇവിടെ ഫ്ലോറിംഗ് ഓൾറെഡി CC ഫ്ലോറിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം കേട്ടോ. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കാം. ഓക്കെ, അതിന്റെ തിക്നെസ് ഒക്കെ കാണിക്കാം. അതുപോലെ ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇത് 6 ഇത് ബ്രിക്ക് മാസൺറി വർക്കാണ്. ഇത് ബ്രിക്കിന്റെ കോളമാണ്, കോളമാണ്. ആ കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, ഇതിലുള്ള ട്രസ് മെമ്പേഴ്സിന്റെ ഓരോ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നമുക്ക് വരയ്ക്കാവുന്നതാണ്, ആംഗിൾ കൃത്യമായിട്ട് എടുത്ത് വരയ്ക്കാവുന്നതാണ്. ഇനി എലിവേഷൻ, ഫ്രണ്ട് എലിവേഷൻ, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കാണുന്നത് പോലെ ഓരോന്നും ഇവിടെയൊക്കെ വെന്റിലേറ്റേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെന്റിലേറ്റേഴ്സ് ഉണ്ട്, ഇവിടെയൊക്കെ വിൻഡോസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ എല്ലാത്തിന്റെയും ആ ഒരു ഡ്രസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ലിൻഡൽ ലെവലൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് 2.1 ഡോറിന്റെ ഹൈറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് എല്ലാ മൊത്തത്തിൽ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വെന്റിലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ ആ ഒരു കാര്യങ്ങളും കൂടെ ഇതിന്റെ അകത്ത് ആഡ് ചെയ്യണം വരയ്ക്കുമ്പോൾ. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസും കൂടെ നമുക്കിവിടെ വെന്റിലേറ്റേഴ്സ് എൻ്റർ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വെന്റിലേറ്റേഴ്സ് നിങ്ങൾ നോക്കിയാൽ കാണാം, 24 നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വെന്റിലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ടോപ്പിൽ മൊത്തത്തിൽ ഇതുപോലെ വെന്റിലേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, വിൻഡോസ് നമുക്കിപ്പോൾ ഇവിടെ പ്ലാനിൽ കാണുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എലിവേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഈ ഡ്രസ് വർക്ക് എങ്ങനെയാണോ, അതായത് ആ ഷീറ്റ് ഇരിക്കുന്ന എങ്ങനെയാണോ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് ആ രീതിയിലാണ്. അപ്പൊ ഇവിടെ വരുന്ന ഹൈറ്റും, അതായത് ഇവിടെ 4 മീറ്റർ വരെ ഉയർത്തിയിട്ട് അവിടുന്ന് 30 ഡിഗ്രി ചെരിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ആ ഒരു ലെവൽ, ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിന് നേരെ ആയിരിക്കണം വരേണ്ടത്. അതായത് ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം ഈ എലിവേഷനിൽ ഇവിടെ വരേണ്ട ഹൈറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ചെരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അതായത് ഇതിന്റെ റൂഫ് ഞാനിപ്പോ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ടോട്ടലായിരിക്കും, ഇവിടുന്ന് ചെരിഞ്ഞിട്ടാണ് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ഇവിടുന്ന് എലിവേഷനിൽ കാണുന്നത്. എലിവേഷനിൽ കാണുമ്പോൾ ഈ ചെരിഞ്ഞിരിക്കുന്ന ഈ ഒരു പോർഷനാ കാണാം, അതാണ് എലിവേഷനിൽ ഈ രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ, റാമ്പിന്റെ ഡീറ്റെയിൽസ് ഇതുപോലെ തിരിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടുത്തെ ഹൈറ്റ് എത്രയാണോ, ലെങ്ത് ലെവൽ എത്രയാണോ, അപ്പൊ ഇവിടുന്ന് 200 മാറിയിട്ട് അതിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചാൽ മതി. ഓക്കെ, അത്രയും കാര്യങ്ങൾ അതിൽ വരുന്നത്. ഏത് ഡ്രോയിങ് ആയാലും അതിന്റെ ഏത് ഡയമെൻഷനിലാണ് സ്കെയിൽ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു സിമ്പിൾ പ്ലാൻ ആണ്. നിങ്ങൾക്ക് വേറെ വർക്ക്ഷോപ്പ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്.